ഹലോ! ഇന്ന് സൂപ്പർ വെറൈറ്റി ആയിട്ട് ഗോതമ്പാവ് വെച്ചൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. 1 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു വലിയ ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് നമ്മുടെ പൂരിയുടെ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മാവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 ഈക്വൽ ബോൾസ് ആക്കി എടുത്ത് ഇതേപോലെ തിന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേർതിരിച്ചെടുക്കാം. വേർതിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു റൗണ്ട് എടുക്കുക. റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ വിരൽ കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ തടവി കൊടുക്കുക. ഇനി മുകളിലേക്ക് വീണ്ടും ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഒരു തവണ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുത്ത് ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വരും. എന്നിട്ട് നടുക്ക് നമ്മൾ പപ്പടം കുത്തിവെച്ച് ഇങ്ങനൊന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്ത് രണ്ടായിട്ട് പോകരുത്. അപ്പോൾ അതെല്ലാം ഒന്ന് ജോയിൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മീഡിയം ചൂടായ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ എണ്ണ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്താലേ ഈ ആ ഒരു ലെയറൊക്കെ ഇങ്ങനെ നല്ലതുപോലെ വിടർന്ന് വരത്തുള്ളൂ. വിടർന്ന് വന്ന് നല്ലൊരു ക്രിസ്പിയായി വരാൻ ഇച്ചിരി സമയം എടുക്കും. അതുവരെ ഇട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക.